ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ ഗ്രേവി റെസിപ്പി ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് യൂഷ്വലി ചോറിൻ്റെ കൂടെയൊക്കെയാണ് നല്ലോണം സ്യൂട്ടാവുന്നത്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ ഇത് സവാള അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളി, പച്ചമുളക്, ഇവിടെ ഞാൻ വീട്ടിൽ തന്നെയുള്ള ചീരാമുളകാണ് എടുത്തത്. പിന്നെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മൂന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളികൾ ഇതിൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് നമ്മൾ കുറച്ച് മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ അടുപ്പ് തുറന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഉള്ളി അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ഇത്തിരിയും കൂടി ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്.
ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ മുളക് പൊടി തീരെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എല്ലാ മസാലയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ജീരകം പൊടിച്ചത്. ഇതാണ് ഈ റെസിപ്പിയുടെ ഏറ്റവും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ നല്ല ജീരകം പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല നാടൻ ഒരു ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇപ്പോൾ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മസാല കുറച്ചൊന്ന് ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം, ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ള അത്ര ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഇനി ചെയ്യാനുള്ളൂ. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഈ മസാലയും കൂടി ഒന്ന് ബോയിൽ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകിയാക്കി എടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഈ മസാലയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ചിക്കൻ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതാ നമുക്ക് ഇനി ഒരു 10 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നാണ്. കാരണം എല്ലാ പീസസും ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഈ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്നിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റ് കിട്ടാനുണ്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ചിക്കൻ ഗ്രേവി, അതും ജീരകം ഇട്ട സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി.